നമസ്കാരം കൂട്ടുകാരെ. ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ശേഷം ആ ഒരു നിയമം വന്ന ശേഷം ഇപ്പോൾ പുതുക്കിയ നിയമത്തിൻ്റെ പേര് ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നാണ്. 2023 ഭാരതീയ സാക്ഷ്യ അധിനിയം 2023. ഓക്കെ, അപ്പോൾ ഇത് പ്രകാരം ഉള്ള നമ്മുടെ ക്ലാസ്സാണ് ഇപ്പോൾ ഫസ്റ്റ് പോകാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. കോടതിയിലൊരു വിചാരണ നടക്കുമ്പോൾ തെളിവുകൾ ശേഖരിക്കുന്നതിനെക്കുറിച്ചും തെളിവ് എങ്ങനെ പ്രസക്തമാകുന്നു, സാക്ഷിയുടെ കാര്യങ്ങൾ, പിന്നെ തെളിവിനെക്കുറിച്ചുള്ള തെളിവെടുപ്പ്, അതിനെക്കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാം. ആദ്യം ഇതിൻ്റെ ബേസിക് ഒന്ന് പഠിക്കാം. ഇത് 2023 47 നമ്പർ ആക്റ്റാണ്. 2023 47 നമ്പർ ആക്ട് പ്രകാരമാണ് ഇത് വന്നത്. ലോക്സഭ ഇത് പാസ്സാക്കിയത്, ഈ നിയമത്തെ പാസ്സാക്കിയത് 2023 ഡിസംബർ 20 പഠിക്കണം. പിറ്റേ ദിവസം 2023 ഡിസംബർ 21 രാജ്യസഭ പാസ്സാക്കുകയുണ്ടായി. ഡിസംബർ 25 പ്രസിഡൻറ്റ് ഒപ്പുവെച്ചു. പ്രസിഡൻറ്റ് അംഗീകരിച്ചെന്നാണ് 2023 ഡിസംബർ 25. ഇത് നിലവിൽ വന്നത് 2024 ജൂലൈ 1 ഇതിൽ മൊത്തം 4 ഭാഗങ്ങളുണ്ട്. ചാപ്റ്ററുകൾ അഥവാ അധ്യായം 12 എണ്ണമാണ്. വകുപ്പുകളുടെ എണ്ണം 170 ഉയർത്തപ്പെട്ടു. വകുപ്പുകളുടെ എണ്ണം 170. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്തെ സെക്ഷനിൽ കൊടുത്തിട്ടുള്ള ചില നിർവചനങ്ങളും പിന്നെ 22, 23, 24 കുറ്റസമ്മതവുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദങ്ങളാണ്. ഇനി 26 മുതൽ 32 വരെയുള്ള അനുച്ഛേദങ്ങൾ സാക്ഷികളാകാൻ പാടില്ലാത്തവരെക്കുറിച്ചുള്ള വിവരണങ്ങളെക്കുറിച്ച് പറയുന്നു. 39 തൊട്ട് 45 വരെ തേർഡ് പാർട്ടി മൂന്നാമതായിട്ട് വരുന്ന ആൾക്കാർക്ക്, തേർഡ് പാർട്ടിക്ക് ഈ പ്രസക്തിയെക്കുറിച്ച് പറയാനുള്ള അധികാരങ്ങളെക്കുറിച്ച് പറയുന്നു. ആദ്യം ഭാരതീയ സാക്ഷ്യ അധിനിയത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, അതിൽ നിർവചനം നമുക്ക് പഠിക്കാനുള്ളത് 2D, പിന്നെ 2ൽ E, 2ൽ F, 2ൽ G, 2ൽ K. ഇതെങ്ങനെ ആദ്യം ഇതെന്തൊക്കെയാണെന്ന് പഠിക്കണം. 2ൽ D, ആ D തന്നെ കിടപ്പുണ്ട്. രേഖ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് എന്നാണ് 2D പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. 2E എളുപ്പമാണ്, എവിഡൻസ് തെളിവിനെക്കുറിച്ച് പറയുന്നു. E എവിഡൻസ്, D ഡോക്യുമെൻറ്റ്. 2F അതും എളുപ്പമാണ്, ഫാക്റ്റാണ്, ഫാക്റ്റ് വസ്തുതയെക്കുറിച്ച് പറയുന്നു. 2G F കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് G ഫാക്റ്റ് ഇൻ ഇഷ്യൂ, പ്രശ്നത്തിലെ വസ്തുതയെക്കുറിച്ച് പറയുന്നു. ഓക്കെ, അടുത്ത റെലവൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രസക്തി, അത് Kയിലാണ് വരുന്നത്. K ആണ് പ്രസക്തി. ഓക്കെ, അപ്പോൾ ഇത് വേണമെങ്കിൽ K പഠിക്കാം. K എന്ന് പറഞ്ഞാൽ കിങ് എന്നാലോചിച്ചാൽ മതി. പ്രശസ്തിയുള്ള ആളാണ് രാജാവ്, അല്ലേ? അപ്പോൾ പ്രസക്തി, റെലവൻറ്റ്, K പ്രസക്തി അല്ലെങ്കിൽ റെലവൻറ്റ്. മലയാളം കൂടെ പഠിച്ചിരിക്കണം, മലയാളത്തിലായിരിക്കും മീഡിയം ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത നമുക്കിതിൽ പഠിക്കാൻ 2D എന്ന് പറഞ്ഞാൽ എന്താണ്? 2D എന്ന് പറഞ്ഞാൽ രേഖ അല്ലെങ്കിൽ ഡോക്യുമെൻ്റാണ്. ഇതിൽ ഇലക്ട്രോണിക് ആയിട്ടുള്ളതോ ഡിജിറ്റൽ ആയിട്ടുള്ളതോ രേഖയായിട്ട് പരിഗണിക്കും, അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയതോ ആവാം. അതിൽ അക്കങ്ങളോ അക്ഷരങ്ങളോ ഉള്ള എല്ലാ ലിപികളും രേഖയായിട്ട് പരിഗണിക്കും. രേഖകളിൽ എന്തൊക്കെയാണ് വരുന്നത്? ഒന്ന്, എഴുതി തയ്യാറാക്കിയ അപേക്ഷ അല്ലെങ്കിൽ ലെറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, കത്ത്. ഓക്കെ, പിന്നെ ടൈപ്പ് ചെയ്ത വിവരങ്ങൾ, അല്ലെങ്കിൽ ലിത്തോഗ്രാഫിൽ അച്ചടിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫോട്ടോയിലുള്ള എഴുത്തുകുത്തുകൾ. ഇനി മാപ്പ്, ഭൂപടം, അതേപോലെ പദ്ധതികളിലുള്ള കാര്യങ്ങൾ, പിന്നെ ലിഖിതങ്ങളിലുള്ളത് കാരിക്കേച്ചർ. ഇതത്രയും ഡോക്യുമെൻ്റായിട്ട് സ്വീകരിക്കുന്നവയാണ്. ഏത് പ്രകാരം? 2Dയിലെ നിർവചനം ഭാരതീയ സാക്ഷ്യ അധിനിയം പ്രകാരം. ഇനി എന്താണ് എവിഡൻസ് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, തെളിവാണ്. അതിനെക്കുറിച്ച് പിന്നെ വേറെ ഡീറ്റെയിൽസ് ആയിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. തെളിവിനെക്കുറിച്ച് നിർവചിക്കുന്നത് ഒരു കേസിന് ആധാരമാവുന്ന തെളിവാണ്, എപ്പോഴും എവിഡൻസാണ്. ഇനി ഫാക്റ്റ്, വസ്തുതയെക്കുറിച്ച് പറയുന്നത് 2ൽ F ആണ്. 2G എന്താണ്? ഓരോ പ്രശ്നത്തിലുള്ള വസ്തുതയെക്കുറിച്ച് പറയുന്നു. ഈ വസ്തുതയുടെ പ്രസക്തിയെക്കുറിച്ച് പറയുന്നതാണ് 2ൽ K. ഇനി അടുത്ത നമുക്ക് വകുപ്പ് 23, 24 പഠിക്കാം. 22 എന്ന് പറയുന്നത് എന്താണ്? നിർബന്ധം, പ്രലോഭനം, ഭീഷണി എന്നിവ കാരണം ഒരാൾ കുറ്റസമ്മതം നടത്തുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒരു അധികാരിയുടെ നിർബന്ധവും പ്രലോഭനമോ ഭീഷണിയോ കൊണ്ട് അദ്ദേഹം കുറ്റസമ്മതം നടത്തുന്നതിനെ 23 പ്രതിപാദിക്കുന്നു. അങ്ങനെയുള്ള കുറ്റസമ്മതം ഒരിക്കലും കോടതിയിൽ സ്വീകാര്യമാവുകയില്ല. അത് BSAയിലെ 22ാമത്തെ സെക്ഷനിലാണ് പറയുന്നത്. ഇനി 23, ഈ 22ാമത്തെ സെക്ഷൻ വേണമെങ്കിൽ പഠിക്കാൻ നിങ്ങൾക്ക് ആലോചിക്കാം. 2 റിപ്പീറ്റ് ആയി വരുന്നത് കാര്യം കൺഫെഷനാണെന്ന് അറിയാമെങ്കിൽ ഒരാൾ നിർബന്ധിച്ച് റിപ്പീറ്റ് അടിച്ച് പറഞ്ഞ് അയാളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നതാണ് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 റിപ്പീറ്റ് ചെയ്ത് പോവുകയല്ലേ. ഓക്കെ, അപ്പം നിർബന്ധിച്ച് റിപ്പീറ്റ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നതാണെന്ന് പഠിക്കാം. 23 എന്ന് പറഞ്ഞാൽ
പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഒരു പ്രതി കുറ്റസമ്മതം നടത്തിയാൽ അത് എന്താണ് നിയമപരമായി പോലീസിൻ്റെ രേഖകൾ രേഖപ്പെടുത്താം എന്നല്ലാതെ അയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ മുമ്പ് തീർച്ചയായിട്ടും അദ്ദേഹം എന്താണ് കുറ്റസമ്മതം നടത്തണം. പോലീസിൻ്റെ കൂടെ അവർ എല്ലാം ഓക്കെ പറഞ്ഞിട്ട് കോടതി പോയി അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാക്കുമ്പോഴത്തേക്ക് എന്താണ് ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എഗൻസ്റ്റ് പോലീസാവും. പിന്നെ പോലീസ് അത് തെളിയിക്കേണ്ടി വരും, അഭിഭാഷകനെ നിർത്തേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ വരും. ഇനി 24 കോ അക്യൂസിനെ കുറിച്ചാണ് പറയുന്നത്. കോ അക്യൂസ് അതായത് ഒന്നിൽ കൂടുതൽ പേര് ഒരു കേസിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിചാരണ നടത്തുമ്പോൾ അതിലുള്ള രണ്ട് പ്രതികളുണ്ട്. അതിൽ ഒരു പ്രതി പറയുകയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഈ കൃത്യം ചെയ്തതെന്ന് കുറ്റസമ്മതം നടത്തുകയാണെങ്കിൽ മറ്റേ ആളെ കൂടി എന്താണ് അതിൽ ഉൾപ്പെടുത്തുക. അയാൾക്കെതിരെയും ഈ ഒരു വിധി നിർണായകമാകാൻ സാധ്യത ഉൾപ്പെടുന്നതാണ് 24ാമത്തെ സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അതിനുശേഷം പഠിക്കാനുള്ളത് എന്താണ് 26 തൊട്ട് 32 വരെയും 39 തൊട്ട് 45 വരെയും പഠിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ പറ്റുന്നതാണ് ഈ സാക്ഷി അധിനയം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പാർട്ട് ഉടനെ വരുന്നതായിരിക്കും. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ PDF ലഭ്യമാകാൻ നമ്മുടെ ഫസ്റ്റ് കമൻറ്റിൽ ചാനലിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ടെലിഗ്രാമിൻ്റെ ഒരു നമ്പർ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങളൊരു മെസ്സേജ് ഇട്ടാൽ മാത്രം മതി. ജോയിൻ എന്നോ ഹായ് എന്നോ പറഞ്ഞ മെസ്സേജ് ഇട്ടാൽ മതി. എന്തായാലും ഈ വീഡിയോ കാണുന്നവർ മാത്രമേ അതിൽ മെസ്സേജ് അയക്കാൻ സാധ്യതയുള്ളൂ. ഇതിൻ്റെ അഡ്മിൻ്റെ നമ്പറാണ്. അപ്പോൾ അദ്ദേഹം അതിലോട്ട് ആഡ് ചെയ്തോളും. ഓക്കെ, താങ്ക് യു.